OnePlus 11 സീരീസ് ആക്ച്വലി ബെറ്റർ ആയിട്ടുള്ള ഒരു മോഡലായിരുന്നു. പ്രീവിയസ് വെർഷൻ ആയിട്ടുള്ള OnePlus 10 സീരീസ് വെച്ച് നോക്കാൻ സംബന്ധിച്ച് മച്ച് ബെറ്റർ ആയിട്ടുള്ള ഒരു സീരീസ് ആയിരുന്നു OnePlus 11 എന്ന് പറയുന്നത്. ഇതിൻ്റെ അടുത്ത പതിപ്പ് വരാൻ പോകുന്നത് OnePlus 12 സീരീസ് എന്ന് പറയുന്നത്. ഇത് ഈ ഒരു വർഷം ഡിസംബറിൽ നമ്മുടെ ചൈനയിൽ ലോഞ്ച് ചെയ്യും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഇന്ത്യയിലേക്കുള്ള വരവെന്ന് പറയുന്നത് 2024 ജനുവരിയിലായിരിക്കും ഇത് ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അറിയാൻ കഴിഞ്ഞിരിക്കുന്ന കുറച്ച് ലീക്സും അതുപോലെ റൂമേഴ്സൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് കമൻറ്റായിട്ട് അറിയിക്കുക. ഈ ഒരു മോഡലിൽ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ട്, ഇഷ്ടപ്പെട്ടോ, ഇപ്പോൾ അറിയാൻ ഈ ഒരു ഡീറ്റെയിൽസ് വെച്ച് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് കമൻറ്റായിട്ട് അറിയിക്കുക. ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമുക്ക് വലിയ മാറ്റങ്ങളും കാര്യങ്ങളൊന്നും കൊണ്ടുവരില്ല. അതായത് പ്രീവിയസ് വേർഷൻ വെച്ച് നോക്കുന്ന സമയത്ത് യാതൊരു ചേഞ്ചസും, ഇപ്പം ഈ ഒരു റെൻഡർ വെച്ച് നോക്കുന്ന സമയത്ത് യാതൊരു ചേഞ്ചസും കൊണ്ടുവന്നിട്ടില്ല. അതേ ആ ഒരു ഡിസൈൻ മാറ്റം തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ നോക്കുകയാണെങ്കിൽ നമുക്ക് 11 സീരീസിൽ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരുന്നെങ്കിൽ ഈ ഒരു മോഡൽ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആയിരിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴത്തെ റെൻഡറൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്യാമറ മൊഡ്യൂളും സെയിം ആയിട്ടുള്ള രീതിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ കളർ ചേഞ്ച് മാത്രമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു ക്രീം വൈറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു കളർ വേരിയൻറ്റ് ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഈ ഒരു റെൻഡർ നോക്കുകയാണെങ്കിൽ ആ ഒരു കളർ വേരിയൻ്റാണ് നമുക്കിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഓവറോൾ ഈ ഒരു രീതിയിലാണ് ഡിസൈനും കാര്യങ്ങളും പോരുന്നത്. അതുപോലെ നമ്മൾ OnePlus 11 സീരീസിലുണ്ടായിരുന്ന ആ ഒരു അലേർട്ട് സ്ലൈഡറും ഈ ഒരു മോഡലിലുണ്ട്. അതും ചേഞ്ചും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടില്ല. അപ്പം ഈ ഒരു രീതിയിലാണ് ഡിസൈൻ പോകുന്നത്. 6.7 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനുള്ള അമോലെഡ് ഡിസ്പ്ലേ ആണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഡിസ്പ്ലേയിൽ LTPO ടെക്നോളജിയും കാര്യങ്ങളും സപ്പോർട്ടഡ് ആയിട്ടുണ്ട്. അതായത് വേരിയബിൾ ആയുള്ള റിഫ്രഷ് റേറ്റ് തരാൻ വേണ്ടിയുള്ള ഒരു ടെക്നോളജിയാണിത്. OnePlus 12 നമുക്ക് സ്നാപ്ഡ്രാഗൺ Gen 3 ആയിരിക്കും വരാൻ പോകുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ ആ ഒരു ചിപ്സെറ്റ് ലോഞ്ച് ചെയ്തിട്ടില്ല, ലോഞ്ച് ചെയ്യാൻ പോകുന്നുള്ളൂ. അപ്പം അത് വരുവാണെങ്കിൽ ചിലപ്പം ഈ ഒരു ഫോണിലായിരിക്കും ഈ ഒരു Gen 3 വരാൻ പോകുന്നതെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ 12R സ്നാപ്ഡ്രാഗൺ Gen 2 ആയിരിക്കും വരാൻ പോകുന്നതെന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 14 കിട്ടും. അതുപോലെ ഓക്സിജൻ 14 ആയിരിക്കും എന്നുള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ സോഫ്റ്റ്വെയർസും കാര്യങ്ങളും 50 MP ട്രിപ്പിൾ ക്യാമറ സിസ്റ്റം ആയിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഇതിനകത്ത് 8K and 30 FPS ഒരു മാക്സിമം വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളും വരുന്നുണ്ടെന്നാണ് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത്. 32 MP സെൽഫി ക്യാമറ ആയിരിക്കും ഈ ഒരു മോഡൽ വരുന്നത്. 5500 mAh ബാറ്ററി ആയിരിക്കും ഇതിൽ വരാൻ പോകുന്നത്. അതുപോലെ 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളും ഈ ഒരു മോഡൽ വരുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളും ഈ ഒരു മോഡൽ സപ്പോർട്ട് ആവാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ അതുപോലെ നമുക്ക് 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് കാര്യങ്ങളും ഈ ഒരു മോഡൽ വരുന്നുണ്ട്. ഡിസ്പ്ലേയിലാണ് ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളും കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ സിസ്റ്റം കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. വിത്ത് ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടറായുള്ള സ്പീക്കർ സിസ്റ്റം ആയിരിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓവറോൾ ഇങ്ങനെയാണ് ഈ ഒരു OnePlus 12 സീരീസിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളും പോകുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു കുറേ അധികം ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. ഫ്ലാഗ്ഷിപ്പ് ലെവലുള്ള ചിപ്സെറ്റ് കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഡിസ്പ്ലേ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ക്യാമറ നോക്കുകയാണെങ്കിൽ നമുക്ക് 50 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും 64 MP പെരിസ്കോപ്പ് ലെൻസും കാര്യങ്ങളും ഇതിലുണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിപ്പം റൂമറായിട്ട് അറിയാൻ കഴിഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്, കൺഫേം ആകാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് പറയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങൾ ജസ്റ്റ് കമൻറ്റായിട്ട് അറിയിക്കുക. അതുപോലെ നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസ് ആണ്. ചിലപ്പോൾ ഇതിൽ എന്തെങ്കിലും ചേഞ്ചസും കാര്യങ്ങളും വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പം ഇതാണ് നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, വീഡിയോ ലൈക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.